പാഠം 7 മരം. മാ ആദ്യം കൊടുത്തിട്ടുള്ള അക്ഷരമാണ് മാ. നമ്മൾ ഓൾറെഡി ഈ പദം പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മാ എഴുതുന്നത്? ആദ്യം ഒരു കുത്തിട്ട് മുകളിലേക്ക് റാ എഴുതുന്നത് പോലെ എഴുതി വീണ്ടും താഴത്തേക്ക് വന്ന് ഒരു ചെറിയ വര കൊടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാം. അപ്പോൾ മാ കിട്ടും. മാ വെച്ച് ഒരു പദം എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? മരം, മല, ഇതൊക്കെ എഴുതാം നമുക്ക്. മരം, ഇത് നമ്മൾ ഈ ഡോട്ടുകളൊക്കെ നമ്മൾ യോജിപ്പിച്ച് നമുക്ക് മരം എന്ന വാക്ക് ഇവിടെ എഴുതാം. മരം. വീണ്ടും കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. മനം, തരം, പാവ. പ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന ചിഹ്നം വന്നപ്പോൾ എന്താണ് വായിക്കുക? പാവ. അതുപോലെ തന്നെ മാ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നപ്പോൾ മാനം. താര കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നു, അപ്പോൾ എന്താണ് വായിക്കുക? താരം. പ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന ചിഹ്നം വന്നപ്പോൾ പാത്ത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഇതിനെന്താണ് പറയുന്നത്? ദീർഘം. ഇതിനെന്താണ് പറയുന്നത്? ദീർഘം. അപ്പോൾ നമ്മൾ പാവയുടെ കൂടെ, പാവ എന്ന വാക്കിൽ പായുടെ കൂടെ ആ ചിഹ്നം വന്നു, ഇവിടെ തായിന്റെ കൂടെ ആ ചിഹ്നം വന്നു, പായുടെ കൂടെ ആ ചിഹ്നം വന്നു. അപ്പോൾ തായുടെ കൂടെ വന്നപ്പോൾ പായുടെ കൂടെ ആ ചിഹ്നം വന്നപ്പോൾ പാ. അതുപോലെ തന്നെ മാ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ ചിഹ്നം വന്നപ്പോൾ മാ എന്നായി. ഓക്കെ, ഇവിടെ കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഉത്തരം എഴുതാം. വൃക്ഷത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? വൃക്ഷത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മരം. നമ്മൾ ഓൾറെഡി ഇതിനു മുൻപേ പഠിച്ചു കഴിഞ്ഞ വാക്കാണ് മരം. വഴിക്ക് പറയുന്ന മറ്റൊരു പേര് പാത്ത. നക്ഷത്രത്തിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? താരം. താരം. ഈ വാക്കുകളുടെ കൂടെയൊക്കെ ആ എന്ന ചിഹ്നം ചേർത്തിട്ടുണ്ട് അക്ഷരത്തിന്റെ കൂടെ, അത് ശ്രദ്ധിക്കണം. ആകാശത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മാനം. മാരെ കൂടെ ആ എന്ന ചിഹ്നം വന്നു, അപ്പോൾ എന്തായി? മാനം.